നമസ്കാരം. നൈന ക്രിയേഷൻസിൽ ഇന്ന് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1 കിലോ ബീഫ് പ്രഷർ പാനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-10 വെളുത്തുള്ളി അല്ലി, കുറച്ച് നാളികേരം, ഒരു വലിയ സവാള, ഒരു പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടി ചേർക്കണം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഗരം മസാലയിൽ കുരുമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ട് വേറെ കുരുമുളക് പൊടി ചേർക്കണില്ല. ഇനി ഇതെല്ലാം കൂടി ഒരു പ്രഷർ പാനിൽ ബീഫിൻ്റെ കഷ്ണങ്ങളിട്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത്, അതിൻ്റെ കൂടെ പച്ചമുളക് കഷ്ണങ്ങളാക്കിയത്, നാളികേരം കഷ്ണങ്ങളാക്കിയത്, കറിവേപ്പില, സവാള അരിഞ്ഞത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഫാൻ ഓണായിരുന്നു, അതുകൊണ്ട് അതിങ്ങനെ പറന്നു പോണത്. ഫാൻ ഓഫാക്കി അതിന് ശേഷം ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടി എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കാം. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിനുശേഷം ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കുഴച്ച് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാനാണ് പോണത്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാൻ മറന്നുപോയി, ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് വെയിറ്റ് ഇട്ട് ഒരു 5-6 വിസിൽ വരെ നമുക്ക് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കണതാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് ഗോൾഡൻ കളർ ആവണ വരെ മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫ് ഒരു 5-6 വിസിൽ വന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് റോസ്റ്റ് ആക്കാനാണ്, അതുകൊണ്ട് അധികം വെള്ളം വേണ്ട, ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയം അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ കാണിച്ചിട്ടില്ല. ഉലുവപ്പൊടി
ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഒന്നിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചു ഒരു 2 മിനിറ്റ് സമയം. അതിന് ശേഷം ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.